ആ വട്ടമിട്ട് ഇരിക്കുന്ന സ്ഥലത്താണ്, റൗണ്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ കൃത്യം ആ ഭാഗത്ത് തന്നെയാണ് വിജയലക്ഷ്മിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ ഇയാളെ സാഹസികം പിടികൂടുമ്പോഴും ഇയാൾ അതുമിതും പറഞ്ഞുകൊണ്ടിരുന്നു, ഇയാൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം പോലീസ് കുറച്ചുകൂടി ആധികാരികമായി നടത്തിയ അന്വേഷണത്തിലാണ്, ആധികാരികമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുഴിച്ചിട്ട സ്ഥലമടക്കം കൃത്യമായി തന്നെ പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് ഇയാൾ ഈ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഈ സിമെൻ്റ് എല്ലാം കൂടെ കുഴച്ച ഒരു പരുവം, ഒരു മിശ്രിതം അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നില്ല. ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ, അതിന് ആരെങ്കിലും കണ്ട് അവിടെ നിന്ന് മാറിപ്പോയതാണോ എന്ന കാര്യമൊന്നും വ്യക്തമാകുന്നില്ല. അതല്ല ഇനി അവിടുന്ന് മഴയത്ത് മണ്ണ് മാറിപ്പോകാതിരിക്കാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്തതാണോ എന്നും അറിയില്ല. പക്ഷേ എന്തോ ഒരു കോൺക്രീറ്റ് കുഴച്ച് വെച്ച മട്ടിൽ ആ കുഴിക്ക് മുകളിൽ ആ സ്ഥലത്ത് അവിടെയുണ്ട്. പ്രേക്ഷകർ കാണുന്ന ആ കൃത്യം സ്ഥലത്താണ് നാടിനെ ഞെട്ടിച്ച ആ കൊലപാതകത്തിലെ വിജയലക്ഷ്മിയെ കൊന്നതിന് ശേഷം ഈ ജയേന്ദ്രൻ എന്ന് പറയുന്ന ക്രിമിനൽ അവിടെ കുഴിച്ചിട്ടത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ കേരള പോലീസ് അന്വേഷണ വഴിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കേരള പോലീസിൻ്റെ അന്വേഷണ വഴിയിലെ ഒരു പൊന്തുകൾ കൂടിയാണെന്ന് ഉറപ്പായും പറയാം. അരുൺ രാജ് ചെയ്യുന്നു. അരുൺ, കൃത്യമായും നമ്മൾ നേരത്തെ എടുത്ത ഈ ദൃശ്യങ്ങളിലെ ഈ സ്ഥലത്ത് തന്നെയല്ലേ വിജയലക്ഷ്മിയുടെ മൃതദേഹം അയാൾ കുഴിച്ചിട്ടിരുന്നത്? തീർച്ചയായും ആ ദൃശ്യങ്ങൾ കാണുന്ന ആ ടാർപോൾ മറച്ച സ്ഥലത്തിനപ്പുറമുള്ള ഭാഗം, അവിടെയാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ വളരെ ജാഗരൂകരായുള്ള അന്വേഷണം, ആ അന്വേഷണത്തിനൊടുവിൽ ഈ മൃതദേഹം കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ പോലീസ് പറയുന്നുണ്ട്. ചില അസ്വാഭാവികതകൾ, ചില സംശയങ്ങൾ പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ആ സംശയങ്ങളാണ് ഒടുവിൽ പോലീസ് സ്ഥിരീകരിക്കുകയും ഈ പ്രതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ജയചന്ദ്രൻ തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ചില അവ്യക്തമായ വിവരങ്ങളാണ്, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ പോലീസിന് നൽകുകയും പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനെല്ലാം പോലീസ് ഒരു ഘട്ടത്തിൽ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം എവിടെയാണോ ജയചന്ദ്രൻ കളവ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ കളവിനെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് അതിനപ്പുറമുള്ള തെളിവുകൾ ശേഖരിച്ചാണ് ആ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് വിജയലക്ഷ്മിയും ജയചന്ദ്രനും കണ്ടത് എന്നതായിരുന്നു പോലീസ് ആദ്യം പരിശോധിച്ചത്. അങ്ങനെയാണ് ഓച്ചിറയിലെ സ്റ്റാർ ഹോട്ടലിന് സമീപത്ത് നിന്നും വിജയലക്ഷ്മിയുടെ ഇരുചക്ര വാഹനം പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടുന്നു. തുടർന്നാണ് ഈ അമ്പലപ്പുഴയിലെ ഈ കരൂരിലെ ഈ വീട്ടിലേക്കടക്കം പിന്നീട് എത്തുന്നത് എന്ന് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. ഇവിടെ എത്തിയ സമയത്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ജയചന്ദ്രൻ തന്നെ പോലീസിന് മുമ്പാകെ നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കാര്യങ്ങളിൽ പിന്നീട് എന്ത് നടന്നു എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വീടിന് ഈ ഇടതുവശത്തുള്ള റൂമിൽ വെച്ചാണ് കൊലപാതകം താൻ ചെയ്തതെന്ന് പോലീസിനോട് ഇപ്പോൾ ജയചന്ദ്രൻ സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും മൃതദേഹം പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മൃതദേഹം ഈ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടെയായിരിക്കും ഇനി ശസ്ത്രീയ പരിശോധനയും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇനി പൂർത്തിയാക്കുക. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. ഇനി ജയചന്ദ്രനിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമാണ്. അത് ഈ കൃത്യത്തിന് ഉപയോഗിച്ച ഉപകരണമടക്കം പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സ്ഥലത്ത് അത് ഓരോ ഘട്ടത്തിലും പോലീസ് ഈ ചില വിവരങ്ങൾ, ഈ സ്ത്രീയുടെ സംശയിക്കുന്ന വസ്ത്രങ്ങളടക്കം പ്രതി കത്തിച്ചതായി പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് പൂർണ്ണമായും പോലീസ് ഇപ്പോൾ സീസ് ചെയ്യുകയും അത് കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ വീടിന്റെ പരിസരത്ത് 2.5 മാസമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് ഈ ഉടമസ്ഥൻ ഇപ്പോൾ പോലീസിന് മുമ്പാകെ മൊഴി നൽകി. ആ സാഹചര്യത്തിൽ ഇതും ജയചന്ദ്രൻ ചെയ്തതാണ്. ഇത് പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനമായി എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കുകയാണ്. കാരണം ഇനി ഇത് കോടതിയിലേക്കടക്കം ട്രയലിന് പോകുമ്പോൾ നിലനിൽക്കേണ്ടതായ ചില തെളിവുകൾ, ആ തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതുപോലെ തന്നെ വിജയലക്ഷ്മിയുടെ ബന്ധുക്കളെ കൂടി എത്തിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ വിജയലക്ഷ്മിയാണ് ഈ മൃതദേഹം വിജയലക്ഷ്മിയുടേതാണെന്ന് പോലീസ് ഉറപ്പിക്കുക. കഴിഞ്ഞ 2 ദിവസം മുമ്പ്, അതായത് ഈ ജയചന്ദ്രനെ കസ്റ്റഡിയിൽ എടുത്ത ദിവസം തന്നെ പോലീസ്, അത് കരുനാഗപ്പള്ളി പോലീസിന്റെ പ്രത്യേക സംഘം ഈ സ്ഥലത്തെത്തുകയും ഈ സ്ഥലം അപ്പാടെ പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസിന് അത്തരമൊരു സംശയമേ തോന്നിയില്ല. മൃതദേഹം ഇങ്ങനെ കുഴിച്ചിടാനുള്ള സാധ്യതകളടക്കം പോലീസ് തേടിയിരുന്നു. പക്ഷേ അത്തരമൊരു സാധ്യതകൾ ഇല്ല എന്ന് പോലീസ് മനസ്സിലാക്കിയത് മാറുകയായിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രനെ ചോദ്യം ചെയ്യുകയും ചില സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെയാണ് ഈ മൃതദേഹം മറവ് ചെയ്തതെന്ന് പോലീസ് ഉറപ്പിച്ചത്. അപ്പോഴും പോലീസിന് മുമ്പിലുള്ള ഒരു സംശയം, ഇതിന് തെളിവ് ജയചന്ദ്രൻ ഒന്നുകിൽ പറയണം, അല്ലെങ്കിൽ മൃതദേഹം കണ്ടെടുക്കണം എന്നുള്ളതാണ്. ഈ തുടർന്നുള്ള ചോദ്യം ചെയ്യൽ, അത് കരുനാഗപ്പള്ളി സിയുടെയും ACPയുടെയും നേതൃത്വത്തിൽ ഇന്നലെയും മെനഞ്ഞാന്നുമായി അടക്കം നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി ഇന്ന് ഒടുവിൽ കുറ്റം സമ്മതിച്ചത്. താൻ ഇത് കൃത്യം ചെയ്തു, അതിന് ഇടയാക്കിയ സാഹചര്യം പ്രകോപനമാണ്. ഇതിനുശേഷം മൃതദേഹം കൃത്യമായി തന്നെ താൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മറവ് ചെയ്ത സ്ഥലത്തിന്റെ അടക്കം കൃത്യമായ വിവരം പോലീസിനെ കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ്
പിന്നാലെയാണ് പോലീസ് സംഘം ഇവിടേക്ക് എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ കാണുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഏറെ ഷോക്കിംഗ് ആണ്. ജയചന്ദ്രൻ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഇരുവരും തമ്മിൽ സൗഹൃദമുണ്ട്, പരിചയമുണ്ട് എന്ന് വീട്ടുകാർക്കറിയാം. പക്ഷേ അതിനപ്പുറം എന്ത് ബന്ധം എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് ഭാര്യയ്ക്കോ മകനോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പിന്നീട് എന്താണ് ഇത് സംഭവിച്ചത് എന്നീ കാര്യങ്ങളിലടക്കം പോലീസ് ഇപ്പോൾ ഈ അന്വേഷണവും പരിശോധനയും ഒക്കെ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ. എന്തായാലും ഈ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തഹസിൽദാർ അടക്കം സബ് കളക്ടർ അടക്കം സ്ഥലത്തുണ്ട്. അവരുടെ അടക്കം ഈ മഹസർ റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുകയാണ്. ആ മഹസർ റിപ്പോർട്ട് പൂർത്തിയാകുന്ന മുറയ്ക്ക് മൃതദേഹം ഇവിടുന്ന് മാറ്റും. തുടർന്ന് ഈ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇതിന്റെ പരിശോധനയടക്കം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സാങ്കേതികപരമായി ഇനി കേസ് അന്വേഷിക്കുക അമ്പലപ്പുഴ പോലീസായിരിക്കും. കാരണം കൃത്യം നടന്നത് ക്രിമിനൽ ക്രൈം നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പരിധിയിലാണ്. സ്വാഭാവികമായും ഇനി അന്വേഷിക്കുക അമ്പലപ്പുഴ പോലീസിന്റെ പ്രത്യേക സംഘമായിരിക്കും. അത് കരുനാഗപ്പള്ളി പോലീസ് അതിന് ആവശ്യമായ അസിസ്റ്റൻസ് നൽകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴ SP അടക്കമുള്ളവർ നേരിട്ട് ഈ സ്ഥലത്തെത്തി കൃത്യം ഇത്ര ഗൗരവമായി തന്നെ കാണുന്നത്.